ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയത് ജോർജിയയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ഇലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ടാക്സി ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ അതായത് ഈ സ്റ്റേഷൻ സ്ക്വയറിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ് പോകാനുണ്ട് ഇലിയയിലേക്ക്. അപ്പോൾ ഇലിയ ജോർജിയയിലെ തന്നെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി എന്നുള്ളത്. കുട്ടികളോട് സംസാരിച്ച് നോക്കാം. അതിൻ്റെ അനാലിസിസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ അടിയും. അപ്പോൾ ഇലിയനെ സംബന്ധിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇട്ടുണ്ട്. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് മെഡിക്കൽ യൂണി ജോർജിയയുടെ 6ാമത്തെ ദിവസമാണ്. എക്സ്പ്ലോറിംഗ് യൂണി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നമുക്ക് ഇന്ന് മുതൽ ജോർജിയയിലുള്ള ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും സ്റ്റുഡൻറ് ലൈഫും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫുഡ് അക്കോമഡേഷൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയി നേരിട്ട് കാണുകയും അവിടെയുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് ജോർജിയയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ശരിക്കും ഞാൻ നിൽക്കുന്ന ലിബർട്ടി സ്ക്വയറിലുള്ള ഹോട്ടലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 10-12 മിനിറ്റ് പോകാനേ ഉള്ളൂ ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക്. ഇലിയയിൽ ശരിക്കും 2019 മെഡിക്കൽ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ജോർജിയയിലുള്ള ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഇലിയ. ഇപ്പം നമ്മൾ വേൾഡ് റാങ്കിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ 2ാമത്തെ സ്ഥാനമാണ് ജോർജിയയിൽ ഇലിയക്ക്. അങ്ങനെ ഞാൻ ടാക്സി ഇട്ട് ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിലെത്തി. ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത് ടിബിലിസിന്റെ നല്ല തിരക്കുള്ള ഒരു ഭാഗത്താണ്. റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് യൂണിവേഴ്സിറ്റി. നമ്മൾ മുന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് മതിൽ കെട്ടി വേർതിരിച്ച വലിയ കോമ്പൗണ്ടർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇലിയ. ഇലിയയുടെ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ കോമ്പൗണ്ടർ ആയിട്ടുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇലിയ എന്നുള്ളത്. ഞാൻ ആദ്യം തന്നെ യൂണിവേഴ്സിറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് പോകാൻ തിരിച്ചു. യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കാണുന്ന ബിൽഡിംഗ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഇലിയ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ജോർജിയൻസ് പഠിക്കുന്നുണ്ട്. ജോർജിയൻസ് ഒരുപാട് പഠിക്കുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഞാൻ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഒന്ന് കയറിയാണ്. ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറിയ സമയത്ത് നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിൽ കുറച്ച് ക്ലാസ്സുകളാണ്. മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനങ്ങനെ നടന്ന് ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ ഓൾറെഡി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി കാണിച്ചു തരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഇലിയയിൽ മെഡിസിൻ മാത്രമല്ല മറ്റുള്ള കോഴ്സുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് സൈഡിലൊക്കെ കാണുന്നത് എഞ്ചിനീയറിംഗിൻ്റെ ക്ലാസ്സുകളാണ്. അങ്ങനെ ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിന്ന് നേരെ ചില ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് ഈ കോമ്പൗണ്ടിൽ. അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എഞ്ചിനീയറിംഗ് ലാബുകളാണ് ഇവിടെ. ഞങ്ങൾ ആ ഒരു ബ്ലോക്കിലേക്ക് കയറുന്ന സമയത്ത് അവിടെ കുറേ ജോർജിയൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ബിൽഡിംഗാണ് നമ്മളിപ്പോൾ പോയത്. ഇവിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, അതായത് ഡീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ബിൽഡിങ്ങിനാണ് നമ്മളിപ്പം യൂണിവേഴ്സിറ്റിയുടെ അടുത്തൊരു ബിൽഡിങ്ങിലേക്ക് പോകുന്നത്. ആ ഒരു ബ്ലോക്കിൽ കുറച്ചൊന്നും നടന്നപ്പോൾ നമ്മൾ ആദ്യം എത്തുന്ന ഒരു ലോബിയിലാണ്. ഇവിടെയാണ് അവരുടെ ചാൻസലറിൻ്റെ റൂമും സ്റ്റാഫ്സിൻ്റെ റൂമൊക്കെ ഉള്ളത്. പേപ്പർ വർക്ക്, സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ചാൻസലർ റൂമും കാര്യങ്ങളൊക്കെ. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ സ്റ്റാഫ് പറഞ്ഞ് നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാമെന്ന്. ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പിന്നാലെ പോയപ്പോഴാണ് മനസ്സിലായത് കഫറ്റീരിയയിലേക്കാണെന്ന്. ചിലപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല തട്ടാണ്. സാധാരണ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം പോകാറുള്ളത് കഫറ്റീരിയയിലാണ്. എന്തായാലും ഇവിടെ അങ്ങോട്ട് പറയാണ്ട് തന്നെ അവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഒരുപാട് അറബ് സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. ഇലിയൻ്റെ കഫ്തീരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കഫ്തീരിയായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് തന്നെ അവിടെ ഒരുപാട് കുട്ടികൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡ് അധികം എനിക്ക് തോന്നുന്ന മെനു അധികം കുറവാണെന്ന് തോന്നുന്നു. കാര്യം ചെറിയ കുറവല്ല കേട്ടോ. ഇവിടെ ഒരു പാട്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ ബില്ലിംഗ് സെക്ഷനാണ്. ഇവിടുന്ന് ബില്ല് ചെയ്തതിന് ശേഷം കഫ്തീരിയയിൽ അടുത്ത ഒരു ഇവിടെയാണ് ഇവരുടെ മെയിൻ മെനു വരുന്നത്, ഡിഷുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ രുചിയിൽ കണ്ട അത്രയും ഇല്ലെങ്കിലും അത്യാവശ്യം ഡിഷുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പാസ്തയും പിന്നെ അതേപോലെ തന്നെ ചിക്കൻ്റെ കുറേ ഐറ്റംസൊക്കെയാണുള്ളത്, എഗ്ഗൊക്കെ. ഞാനങ്ങനെ കഫറ്റീരിയയും കണ്ട് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി കാണാൻ വേണ്ടി പോയി. ലൈബ്രറിയിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ബാഗുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ലോക്കറുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ലൈബ്രറിയിലേക്ക് നോക്കിയ സമയത്ത് ഒരുപാട് കുട്ടികൾ ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു. സ്റ്റാഫ് എന്നോട് പറഞ്ഞ് അവർ ബുക്ക് വായിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ കയറി എടുക്കേണ്ട, അവർക്കൊരു ബുദ്ധിമുട്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് മാത്രമേ ലൈബ്രറി എടുത്തുള്ളൂ. 2 നിലയിലായിട്ടാണ് ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ലൈബ്രറി ഉള്ളത്. ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറിയാണത്. ഇവിടെ മെഡിസിൻ്റെ പുസ്തകങ്ങൾ മാത്രമല്ല മറ്റുള്ള കോഴ്സും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ ബുക്കും ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ലൈബ്രറിയും കണ്ട് അവിടുന്ന് ക്ലാസ് റൂമുകൾ കാണാൻ വേണ്ടി പോയി. ആദ്യം പോയത് ഒരു ചെറിയ ക്ലാസ് റൂമിലാണ്. ഓൾമോസ്റ്റ് ഒരു 30 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് റൂമാണത്. അവിടെ കയറിയപ്പോൾ നഴ്സറി സ്കൂളിലൊക്കെ ചുമരിൽ ചിത്രം വരച്ച് വെക്കൂലേ, അതുപോലെ കുറേ കളർ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു അവിടെ. സംഭവം ഇങ്ങനത്തെ ഡ്രോയിങ് ഒക്കെ ക്ലാസ്സിലുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ അത് നോക്കിയിരിക്കാൻ നല്ല രസമായിരിക്കും. ആ ഒരു ക്ലാസ് റൂം പുതിയ ഫർണിച്ചറുകളൊക്കെ ഇട്ടിട്ട് വലിയ LCD സ്ക്രീനൊക്കെ ആയിട്ട് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ്. ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ മുന്നുള്ള യൂണിവേഴ്സിറ്റികളിൽ പറഞ്ഞ പോലെ 2 ടൈപ്പ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഒന്ന് ലെക്ചർ ക്ലാസ്സും രണ്ടാമത്തെ സെമിനാർ ക്ലാസ്സും. ലെക്ചർ ക്ലാസ്
ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PPT ഒക്കെ വെച്ചിട്ട് തിയറി ക്ലാസ് എടുക്കുന്നതാണ്. അത് എല്ലാ ഗ്രൂപ്പിനും ഒന്നിച്ചാണ് ഉണ്ടാവുക. സെമിനാർ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. അത് ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ചില സമയത്ത് 2 ഗ്രൂപ്പിനൊക്കെ കമ്പൈൻ ചെയ്തുണ്ടാവും. സെമിനാറിന് ഓൾമോസ്റ്റ് 20ന്റെ താഴെ കുട്ടികൾ മാത്രമേ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ക്ലാസ്സുകൾ മതിയാവും. ഇലിയ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ക്ലാസ് റൂമുകളും ഇതേ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും കയറി നോക്കില്ല. ജസ്റ്റ് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓക്കെ. ശരിക്കും മെയിൻ ബ്ലോക്കിൽ മെഡിസിൻ സ്റ്റുഡൻസിന് കുറച്ച് ക്ലാസ്സുകളാണ് നടക്കുന്നത്. മെഡിസിനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് അപ്പറുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങളങ്ങനെ ആ ഒരു മെയിൻ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി മെഡിസിൻ ആയിട്ടുള്ള സെപ്പറേറ്റ് ബ്ലോക്കിലേക്ക് നടന്നു. ഞങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ കോമ്പൗണ്ട് ഉള്ളിലൂടെയാണ് മെഡിക്കൽ ബ്ലോക്കിലേക്ക് പോയത്. വേണമെങ്കിൽ പുറത്തിറങ്ങി റോഡിലൂടെയും അങ്ങോട്ടേക്ക് പോവാം. ഇതെല്ലാം ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലായിടക്കും നടന്നു തന്നെ പോകാൻ പറ്റും. ശരിക്കും ഇലിയ യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $6200 ഇവിടുത്തെ ഫീസുള്ളൂ. അപ്പോൾ ഇത്രയും കുറഞ്ഞ ഫീസുള്ള ടിബിലിസിയിലുള്ള ഏക ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് ഇലിയ. ഞങ്ങളങ്ങനെ മെഡിസിൻ ക്ലാസ് നടക്കുന്ന ബ്ലോക്കിലേക്ക് വന്നു. ഈ ഒരു ബ്ലോക്കിൽ 9th ഫ്ലോറിലാണ് ക്ലിനിക്കൽ സ്കിൽസ് ലാബൊക്കെ ഉള്ളത്. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടുനോക്കാന്ന് വെച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അതും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ നേരെ ക്ലിനിക്കൽ സ്കിൽസിൻ്റെ ഒരു ലാബിലേക്ക് കയറി. ഇത് അവരുടെ ക്ലിനിക്കൽ സ്കിൽസ് ലാബാണ്. ഇത് ഇൻ്റർമസ്കുലർ ഇഞ്ചക്ഷനുള്ള അതുപോലെ ബ്ലഡ് കളക്ഷനുള്ള എക്യുപ്മെൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്യൂച്ചറിങ് പാഡുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്ത് പഠിക്കാനും സ്യൂച്ചറിങ് ചെയ്ത് പഠിക്കാനുള്ള പാഡാണത്. നമ്മൾ ഈ കയ്യിൽ ഡ്രിപ്പ് ഇടൂലേ, അതുപോലെ ഇഞ്ചക്ഷൻ ചെയ്യൂലേ, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ IV ഹാൻഡ് യൂസ് ചെയ്യണത്. പ്രധാനമായിട്ടും ഈ ലാബുകളിൽ ഓസ്കി അതുപോലെ തന്നെ ക്ലിനിക്കൽ സ്കിൽസിന്റെ പ്രാക്ടീസാണ് ഉണ്ടാവുക. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫുൾ ബോഡി മാൻകിൻ ഉണ്ടായിരുന്നു. അതൊരു മൾട്ടിപർപ്പസ് മാൻകിൻ ആയിരുന്നു. എനിക്ക് തോന്നുന്ന കത്തീഡ്രൈസേഷൻ ഒക്കെ ഇതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓസ്കിയുടെ ട്രെയിനിങ് പ്രോപ്പറായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ എക്സാമുകൾ നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. പിന്നെ അടുത്തൊരു റൂം കയറിയ സമയത്ത് അവിടെ അഡൾട്ടിന്റെയും ചൈൽഡിന്റെയും CPR ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാൻകിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ CPR എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് പൊസിഷനിലാണ് കൊടുക്കേണ്ടത്, ഇവിടെയൊക്കെ കാണാൻ പറ്റും. കുട്ടികൾ ഓൾറെഡി CPR കൊടുത്തിട്ടുള്ള ആ ഒരു ഇത് കാണാൻ പറ്റും. പ്രാക്ടീസ് ചെയ്തേക്കണത് കണ്ടില്ല. അങ്ങനെ ആ ഒരു ക്ലിനിക്കൽ സ്കിൽസ് ലാബ് ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കണ്ട് ഞങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പോയി. 9ാമത്തെ നിലയിൽ നിൽക്കുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് സിറ്റി ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, അതായത് യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി, എക്സാമിനേഷൻ സിസ്റ്റം, മാർക്കിംഗ് സിസ്റ്റം, ഇയർ ബാക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സ്റ്റുഡൻറ്റ് റിവ്യൂ, ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മളെ ചാനൽ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പം ഇലിയ യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരം ഒരു 5 മണിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ക്ലാസ്സുകളൊക്കെ ക്ലോസ്ഡാണ്. 1-2 ലാബുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 9 സ്റ്റേഷൻസാണ് ഉള്ളത് മെയിനായിട്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മാൻകിനുകളും ടീച്ചേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് 9 മാൻകിനുകളാണ് മൊത്തം ഉള്ളത് ഇവിടെ. നമ്മളിപ്പോൾ അവിടെ മെഡിക്കൽ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ ബ്ലോക്കിലേക്ക് പോവുകയാണ്. ഇലിയയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ $6200 വരുന്ന ടിബിലിസിയിലുള്ള ഏക യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇലിയ യൂണിവേഴ്സിറ്റി. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും ടിബിലിസിയിൽ ഓൾമോസ്റ്റ് $7500 ഒക്കെയാണ് ഫീസ്. ഇലിയ കഴിഞ്ഞ വർഷം 5900 ആയിരുന്നു. ഈ വർഷം 6200 ആക്കിയിട്ടുണ്ട് ഫീസ്. $300 കൂടിയിട്ടുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ വർഷവും $500 വെച്ചൊക്കെ കൂടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ബ്ലോക്കിലുള്ള ക്ലിനിക്കൽ സ്കിൽസ് ലാബും ക്ലാസ് റൂമൊക്കെ കണ്ട് പിന്നെയും മെയിൻ ബ്ലോക്കിലേക്ക് വന്നു. ഞങ്ങൾ മെയിൻ ബ്ലോക്കിലേക്ക് എത്തുമ്പോഴേക്കും ഇലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള സ്വീറ്റ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പേര്? സ്വീറ്റ. സ്വീറ്റ ഏതായിരുന്നു? ഫസ്റ്റ് ഇയർ അല്ലേ? ഫസ്റ്റ് സെം. എങ്ങനെയുണ്ട് മൊത്തം യൂണിവേഴ്സിറ്റി? അടിപൊളിയാ. ഒരു എന്താ പറയാ, ഫുൾ കോളേജ് വൈബ്. നല്ല രസമുണ്ട്. നല്ലത്. അതായത് നിങ്ങൾക്ക് ഫുള്ള് മെഡിക്കൽ ക്യാമ്പസ് ആണോ ഇത്? ഇവിടെ മെഡിക്കൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, ലോ ഉണ്ട് എന്ന് തോന്നുന്നു. ലോ ഉണ്ട്. അപ്പോൾ മെഡിസിൻ എവിടെയാണ് ക്ലാസ് എടുക്കുന്നത്? മെഡിസിൻ ഞങ്ങൾക്ക് 2 ബാച്ച് ആയിട്ടാ. എസ് ബ്ലോക്കിലും ക്ലാസ് ഉണ്ടാവും, ജിയിലുണ്ട്. എസ് ബ്ലോക്ക്? എസ് ബ്ലോക്ക് അപ്പുറത്തെ ബ്ലോക്കാണ്. അവിടെ ജിയിലും അങ്ങനെ ഓരോന്നിനും മാറി മാറിയാണ്. അതെ അതെ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ക്ലിനിക്കൽസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്? ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് ക്ലിനിക്കൽസ് ഇല്ല. ഐ തിങ്ക് ആഫ്റ്റർ സെക്കൻഡ് ഇയർ മാൻകിൻസിലോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇഞ്ചക്ഷൻ ഫസ്റ്റ് സെമ്മിൽ ഇല്ല, സെക്കൻഡ് സെം മുതലായിരിക്കും. സെക്കൻഡ് സെം മുതലാണ്. ഓക്കെ. എങ്ങനെ ഇവിടുത്തെ ക്ലാസ്സിന്റെ ഷെഡ്യൂളൊക്കെ രാവിലെ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക? ഓരോ ഗ്രൂപ്പിനും ഇറ്റ് ഡിപ്പെൻസ്. ലൈക്ക് എൻ്റെ ഗ്രൂപ്പ് നേരത്തെ തുടങ്ങുന്നത്, ഞാൻ ഗ്രൂപ്പ് ആണ്. അപ്പോൾ എൻ്റെ നേരത്തെ തുടങ്ങിയിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഒരു മേ ബി 5-6 വൈകുന്നേരം ആകുമ്പോൾ അവസാനിക്കും. ചില ഗ്രൂപ്പ്സിന് കുറച്ച് ലേറ്റ് ആയിട്ട് 3 മണിക്കൊക്കെ തുടങ്ങിയിട്ട് ചിലപ്പോൾ 9 മണിയൊക്കെ ആവും അവസാനം. രാവിലെ എത്ര മണിക്ക് തുടങ്ങും അപ്പോൾ ക്ലാസ്? യൂഷ്വലി ക്ലാസ്സസ് തുടങ്ങുക 10-നാണ്. ബട്ട് സംടൈംസ് എക്സ്ട്രാ ഉള്ളപ്പോൾ 9 മണിക്ക് തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സെമിനാറും ലെക്ചേഴ്സും അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ക്ലാസ്സസ് ഉണ്ട്. ഫസ്റ്റ് വീക്ക് സെമിനാർ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ മുന്നത്തെ വീക്കിൻ്റെ സെമിനാർ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർ ചോദ്യം ചോദിക്കും, മാർക്ക് ഇടും. ഓക്കെ.
അതായത് ഒരു വീക്കിൽ സെമിനാർ നടന്നു കഴിഞ്ഞാൽ അടുത്ത വീക്കിൽ ലെക്ചർ? അല്ല, അടുത്ത വീക്കിൽ ലെക്ചറും സെമിനാറും, പിന്നത്തെ വീക്കിന്റെ സെമിനാർ ഉണ്ടാവും, നെക്സ്റ്റ് വീക്കിന്റെ ലെക്ചറും ഉണ്ടാവും. അങ്ങനെ. ഓക്കെ. അതെ. അപ്പോൾ ലെക്ചർ കമ്പൽസറി ആണോ കേരള? ലെക്ചറിന് ഞങ്ങൾക്ക് അറ്റൻഡൻസിന് മാർക്കില്ല, പക്ഷേ സെമിനാർ ഒക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ സെമിനാറിൽ അസസ്മെന്റ് ഉണ്ടോ? അതെ, അവർ അസസ് ചെയ്യും. യൂഷ്വലി ഔട്ട് ഓഫ് 3 or 2. 3 or 2. ഓക്കെ. എങ്ങനെയാണ്, വൈവേ ആണോ അല്ലെങ്കിൽ MCQ ആണോ? ഞങ്ങൾക്ക് ക്വിസ് വേറെ തന്നെ ഉണ്ട്. സെമിനാർ എല്ലാ ആഴ്ചയും നടക്കും. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന മാർക്ക് അല്ല, എങ്ങനെയാണ്, അതായത് ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുക? സെമിനാറിൽ നമ്മൾ ഇല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിന് എക്സ്പ്ലെയിൻ ചെയ്യലാണോ അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ നടുക്ക് നിർത്തിയിട്ട് ചോദ്യം ചോദിക്കും. അപ്പം നമുക്കിപ്പോൾ ഒരു സെമിനാർ ക്ലാസ് ഇപ്പോൾ ലെക്ചർ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നവരെ എങ്ങനെയായിരിക്കും ഓൾമോസ്റ്റ് പോവുക? തുടക്കം ഇൻട്രഡക്ഷൻ ഉണ്ടാവും സബ്ജക്റ്റിനെ കുറിച്ച്, പിന്നെ സാർ ആണെങ്കിലും മാം ആണെങ്കിലും ഇങ്ങനെ ടോപ്പിക്കിനെ കുറിച്ച് പറയും. പിന്നെ ഇടയ്ക്ക് ചോദ്യം ചോദിക്കും, ഇൻട്രാക്ഷൻ ഉണ്ടാവും, പിന്നെ അവസാനം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ തീരുള്ളൂ. സെമിനാർ ആണെങ്കിൽ വരും, അറ്റൻഡൻസ് എടുക്കും, പ്രസന്റ് ആണോ എന്ന് നോട്ട് ചെയ്യും. ഐ തിങ്ക് 70% അറ്റൻഡൻസ് വേണം സെമിനാറിന്. അതെ. പിന്നെ ചോദ്യം ചോദിക്കും. ഓരോ കുട്ടികളോടും ആദ്യം എണീറ്റ് പേര് വിളിച്ച് ചോദ്യം ചോദിച്ചിട്ട് മാർക്ക് ഇട്ടിട്ട് പിന്നെ അവസാനം ഒരുമിച്ച് എല്ലാവരും എടുത്തു കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അറിയുന്ന ആൾക്കാർക്ക് ആൻസർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ സെമിനാറിന് നമുക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് നമ്മൾ ഈ ഒരു മിഡ് ടേമിന് എലിജിബിൾ ആവുക? ഐ തിങ്ക് അപ്പോൾ സെമിനാർ മാത്രമല്ല, ഞങ്ങൾക്ക് സെമിനാർ ഉണ്ട്, ക്വിസ് ഉണ്ട്, പിന്നെ വേറെ പേപ്പേഴ്സും കൂടെ ഉണ്ട്. ഇതിലൊക്കെ അബവ് 51 കിട്ടിയാൽ ഫൈനൽസിന് അറ്റംപ്റ്റ് ചെയ്യാം. മിഡ് ടേം ഉണ്ട്, മിഡ് ടേം കൂടെ കൂട്ടിയിട്ട് 51 വേണം. അതിൽ മിഡ് ടേമിൽ എത്ര മാർക്കാണ് വേണ്ടത് പാസ് ആവാൻ? മിഡ് ടേം ഐ തിങ്ക് അബൌട്ട് 20, ബട്ട് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സബ്ജക്റ്റ് ആണ്. അപ്പോൾ മിഡ് ടേം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ സെമിനാറിൽ ഇത്ര മാർക്ക് കിട്ടണം അങ്ങനൊന്നുമില്ല. സെമിനാറും ക്വിസും ഒരുമിച്ച് ഒരു ത്രഷോൾഡ് ഉണ്ടാവും. അത് പാസ് ആദ്യം അറ്റൻഡൻസ് നോക്കുക, അത് കഴിഞ്ഞിട്ട് ഈ ത്രഷോൾഡ് പാസ്സായിട്ട് ഞങ്ങൾക്ക് മിഡ് ടേം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു 51 അബവ് ഉണ്ടെങ്കിൽ ഫൈനൽസ് അറ്റൻഡ്. മിഡ് ടേം ഇപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൈനൽസ് ഉണ്ടാവും. ഫൈനൽസിന് 60% ആണ്. എത്ര? എനിക്ക് ഡിപെൻഡ്സ് ഓൺ ദ സബ്ജക്റ്റ്. ഐ തിങ്ക് നമുക്ക് സീനിയേഴ്സ് ഒരു ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടാണല്ലോ. ഓക്കെ. അപ്പോൾ സീനിയേഴ്സിനോട് കൂടെ ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് വന്നപ്പം ഈ ജോർജിയൻ്റെ ഒരു എക്സ്പീരിയൻസ്? ജോർജിയ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐ തിങ്ക് ട്രാൻസ്പോർട്ടേഷൻ കമ്പയർഡ് ടു ഇന്ത്യ. കമ്പയർഡ് ടു കേരള ഇറ്റ്സ് മച്ച് ബെറ്റർ. എല്ലാം നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് ബസ്, ട്രെയിൻ എന്താണ് എടുക്കേണ്ടത് ഒക്കെ എല്ലാം നോക്കിയിട്ട് പോകാൻ പറ്റും. യൂണിവേഴ്സിറ്റി കണ്ടപ്പോൾ എങ്ങനെ തോന്നി? യൂണിവേഴ്സിറ്റി ഐ തിങ്ക് കമ്പയർഡ് ടു അതർ യൂണിവേഴ്സിറ്റീസ് ദിസ് ഇസ് മച്ച് ബിഗർ. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആകെ രണ്ട് ബ്ലോക്കേ കണ്ടിട്ടുള്ളൂ. ഇനി കുറേ ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എന്ത് ഇലിയ എടുത്തത് ബേസിക്കലി ഇവിടെ റീസെർച്ച് നല്ലതാണ്. ഐ തിങ്ക് വൺ ഓഫ് ദി ലീഡിംഗ് റീസെർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇലിയ ഇൻ ജോർജിയ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ റീസൺസ്. പിന്നെ ഇവിടെ എങ്ങനെയുണ്ട് കഫ്റ്റീരിയ? കാഫറ്റീരിയയിൽ അടിപൊളിയാണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ലഞ്ച് കഴിക്കുന്നത്. ജോർജിയൻ ഫുഡാണ്, നല്ല ഫുഡാണ്. മലയാളികൾ എത്ര പേരുണ്ട് നിങ്ങൾ? മലയാളികൾ ഒരു ഡിപെൻഡ്സ് ഓൺ ദ ക്ലാസ്സസ്. ഓൾമോസ്റ്റ് ബാച്ചിൽ പരിചയമുള്ള എനിക്ക് അത്ര അറിയുന്ന ആളുകൾ ഓൾമോസ്റ്റ് എത്ര ഉണ്ടാവും? Maybe around 20 people, maybe around 20 ഉണ്ട്. അത്രയും മലയാളികളുണ്ട്? 19-20 maybe. തെലുങ്കാന ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന അവിടുന്ന്. അതെ. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയിൽ ഐ തിങ്ക് ഇന്ത്യൻസ് കുറച്ച് കുറവാണ്. ഈജിപ്തും ജോർദൻ ആ കൺട്രീസിൽ നിന്നൊക്കെ കൂടുതൽ. അപ്പോൾ ക്ലാസ്സിൽ എങ്ങനെയാണ്, ഇന്ത്യൻസ് മാത്രമാണോ അല്ലെങ്കിൽ മിക്സ്ഡ് ആണോ? മിക്സ്ഡാണ്. എൻ്റെ ക്ലാസ്സിൽ 2 ജോർദാൻ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, പിന്നെ തെലുങ്കാനയിൽ നിന്നുണ്ട്, പിന്നെ ഇന്ത്യയിൽ നിന്നുണ്ട്, പിന്നെ ഈജിപ്റ്റ്, സുഡാൻ. മിക്സ്ഡ് ആണ്. എല്ലാവരും മിക്സ്ഡ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര ഇന്ത്യൻസ് ഉണ്ടാവും? ഇന്ത്യൻസ് ഡിപെൻഡിങ് ഓൺ ദ ഗ്രൂപ്പ് മേ ബി 5, മേ ബി 4 അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ക്ലാസ് എടുക്കുന്നതൊക്കെ? മനസ്സിലാവുന്നുണ്ട്? ഇംഗ്ലീഷ് ഒക്കെ പ്രോപ്പർ ആണ്? ഇംഗ്ലീഷ് നമുക്ക് അവരെ ആക്സെന്റ് പെട്ടെന്ന് ഒന്ന് പിടിച്ചെടുക്കാൻ ഒരു ആഴ്ച സമയം എടുക്കും. അത് കഴിഞ്ഞാൽ ഓക്കെ ആണ്. ക്ലാസ് ഒക്കെ നന്നായിട്ട് ലെക്ചർ എടുക്കണ്ടോ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു അവർ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്, അവരെ ഭാഗം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നോ ഇല്ല, അത് അവരെ ഇഷ്ടം. മനസ്സിലാവുണ്ട്? അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പിന്നെ എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടോ? വെറുതെ നല്ലതാണ്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ.
അപ്പോൾ ഇവിടെ നമുക്ക് എടുത്ത് പറയാൻ പറ്റിയ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു ഇലിയയിൽ ഇപ്പോൾ മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇലിയൻ്റെ സിലബസ് കുറച്ചുകൂടി ലൈക്ക് ഞങ്ങളെ കുറച്ചുകൂടി പിടിക്കുന്നുണ്ട് കമ്പയർഡ് ടു SU ഒരു കുറച്ചുകൂടി ലീനിയൻ്റ് ആണെന്ന് തോന്നുന്നു. സെമിനാർ ആണെങ്കിലും ലെക്ചർ ആണെങ്കിലും കുറച്ചുകൂടി ലീനിയൻ്റ്. പക്ഷേ ഇവിടെ കുറച്ച് ഇത്തിരി സ്ട്രിക്റ്റ് കൂടുതലാണ് കമ്പയർഡ് ടു അതർ യൂണിവേഴ്സിറ്റീസ്. കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഓക്കെ. പാസ്സാകാൻ പറ്റുന്നുണ്ട് കുട്ടികളൊക്കെ പാസ്സാവുന്നുണ്ടോ സീനിയേഴ്സൊക്കെ? എനിക്ക് അറിയാവുന്ന 2 സീനിയേഴ്സ് ഉണ്ട്. എൻ്റെ മമ്മീൻ്റെ കൊലീഗിൻ്റെ ഡോട്ടർ ആയിരുന്നു. അവരാ ഈ യൂണിവേഴ്സിറ്റി എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ നല്ലതാണ്. ഓക്കെ. അപ്പം എന്തായിരുന്നു പേര്? സ്വീറ്റ. അപ്പോൾ കണ്ടതിൽ സന്തോഷം. താങ്ക് യു. അങ്ങനെ ഞാൻ സ്വീറ്റനോട് സംസാരിച്ച് യൂണിവേഴ്സിറ്റി ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഇലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങാണ്. അപ്പം യൂണിവേഴ്സിറ്റി ജസ്റ്റ് ഒന്ന് കണ്ടു, ഇവിടെ ഒരു സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചു. അപ്പം ഞാനിപ്പം ഇവിടെ 3rd ഇയറിൽ 4th ഇയറിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ സംസാരിച്ചതിന് ശേഷം ക്ലിയർ ആയിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇതിൻ്റെ ഒരു അനാലിസിസും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും വേറെ ചെയ്യും. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് യൂണിവേഴ്സിറ്റി കണ്ടിറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുട്ടികളോട് സംസാരിച്ചതിന് ശേഷം ഇലിയ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് പറയാം. നാളെ നമുക്ക് ജോർജിയയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള കുട്ടികൾ എല്ലാവരും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഗുദാവരി ഒന്ന് കാണാൻ പോകണം.